ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഇതൊരു സ്റ്റഡി വ്ളോഗ് പ്ലസ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു 5 മണി ആകുമ്പോൾ തന്നെ നീച്ചിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി നീക്കുന്നത് കേട്ടോ. രാവിലെ നേരത്തെ എണീച്ച് ഞാൻ SCERT ആണ് ആദ്യം നോക്കിയത് കേട്ടോ. ഇതൊരു റിവിഷൻ പോലെ മുന്നേ നോക്കിയ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസ്. അത് നോക്കി ശേഷം നമ്മൾ അടുക്കളയിലുള്ള പരിപാടിക്ക് വന്നു. രാവിലത്തെ എല്ലാവരും ചില്ലറ ക്ലാസ്സിന് പോണേക്കാട്ടി മുന്നേ ഉള്ള പരിപാടിക്ക് നിന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ തീരും കേട്ടോ. എന്നിട്ട് ഞാൻ പോയി ഫ്രഷായി കുളിച്ച് വന്നു. ഈ ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ. നല്ലതാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചു. ഇതൊക്കെയാണ് രാവിലത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്, കറി, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ചോറ് കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ട്, പഴം, കടല. പിന്നെ പോവാൻ കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് SCERT കുറച്ചും കൂടി കവർ ചെയ്യാൻ ഉണ്ടായിരുന്നു. ഫുള്ള് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതാണ് നോക്കണത്. അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ ഏതുവരെ എത്തി? 10th പ്രിലിംസൊക്കെ ആവാറായി. ഫസ്റ്റ് സ്റ്റേജ് 18-ാം തീയതിയാണ്. സെക്കൻഡ് സ്റ്റേജ് August 1. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കിട്ടിയത് മീൻസ് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 18-ാം തീയതി, ജൂലൈ 18-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ വളരെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അതൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക. കുറേ ടെലഗ്രാം ചാനൽസും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് കുറേ സോഴ്സസ് അവൈലബിൾ ആണ്. എവിടുന്ന് പഠിക്കണം എന്ന് മാത്രമുള്ള സംശയം മാത്രമേ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ ഈവനിങ് ആയപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോഴാണ് ഇയാൾ എത്തിയത് കേട്ടോ. ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര നേരത്തെ എത്തുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ വന്നപ്പോൾ കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ. അപ്പോൾ ഇയാളെന്നെ അറിയുമെന്ന് അറിയില്ല. ഇതെൻ്റെ ചേച്ചിയുടെ പുത്രനാണ്. ഇപ്പോൾ ഞാൻ ചെറുപ്പം മുതലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എത്രയായിട്ടുണ്ട് കേട്ടോ, 2.5 വയസ്സായ ആൾക്ക്. അപ്പം ഞാനും അവനും കൂടിയിട്ട് ഈ ഡ്രീം കേക്കൊക്കെ ഫുൾ ഇരുന്ന് ഫിനിഷ് ആക്കി കേട്ടോ. വേറെ ആർക്കും കൊടുത്തില്ല. ഞങ്ങൾ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഞാനും അവനും തന്നെയാണ് അത് കഴിച്ചത്. അപ്പോൾ തന്നെ അച്ഛൻ വന്ന് അച്ഛനാച്ചെങ്കിൽ ഈവനിങ് കടികളൊക്കെ പരിപ്പ് വട, പഴംപൊരിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കേക്ക് തിന്നണ തിരക്കായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതാണ് ആളുടെ കഴിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ള രൂപം. ഫുൾ കയ്യിലും മുഖത്തൊക്കെ വെച്ച് തേച്ച് ഭയങ്കര ആസ്വദിച്ചാണ് കേട്ടോ ആളിരുന്ന് കഴിക്കണത്. പിന്നെ അവർ പോയിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിരുന്നത്. PYQ ചെയ്തത് അനലൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ടേബിളിൽ എഴുതി വെച്ചുള്ളൊരു കോട്ടാണ്. യുവർ ലെവൽ ഓഫ് സക്സസ് ഈസ് ഓൺലി പ്രീ ഡിറ്റർമൈൻഡ് ബൈ യുവർ ലെവൽ ഓഫ് എഫേർട്ട്. അത് സത്യമാണല്ലേ. നമ്മൾ എത്രത്തോണ്ട് എഫേർട്ട് ഇടുന്നു അത്രത്തോണ്ടാണ് നമ്മുടെ സക്സസ് പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യണത്. പിന്നെ ഞാൻ ഡിന്നർ കഴിച്ചു. പിന്നെ അവർ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ക്രീം ബണ്ണ്. ഇത് കുന്നംകുളത്ത് സ്മിതാസ് പറഞ്ഞ ഒരു ബേക്കറി ഉണ്ട്. അവിടുത്തെ ഭയങ്കര ടേസ്റ്റിയാണ് അവിടുത്തെ ഐറ്റംസൊക്കെ. അവിടെ നിന്ന് കൊടുന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ആ PYQ എഴുതിയതൊക്കെ വീണ്ടും റിവൈസ് ചെയ്യുക. എനിക്ക് മാത്സൊക്കെ കുറച്ച് നോക്കാണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി ഇരുന്നു. അങ്ങനെ അപ്പോൾ പഠിക്കാനായിട്ട് മോട്ടിവേഷൻ വേണ്ടവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ച് മോട്ടിവേഷൻ വരും തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഇരുന്ന് നല്ല ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അതാണ് മെയിൻ. PSCനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ബുക്ക് വായിച്ചു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയോണ്ടിരിക്കുന്നുണ്ട് ബുക്ക്. അത് വായിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.